എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജയകുമാരി എസ്. കഴിഞ്ഞ 28 വർഷമായിട്ട് ടീച്ചർ എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു അധ്യാപികയാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത് പറമ്പിൻമുകൾ എന്ന സ്ഥലത്ത് KET കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്കിന്ന് സംവദിക്കാനുള്ളത് രക്ഷിതാക്കളോടാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ SSLC, +2, അതേപോലെ തന്നെ CBSE 10th, 12th, ICSE 10th, 12th ഒക്കെ റിസൾട്ട് കഴിയുന്ന കുട്ടികളുടെ മാതാപിതാക്കളോടാണ്. മറ്റൊന്നുമല്ല, SSLC അല്ലെങ്കിൽ +2 എന്ന് പറയുന്നത് 10th അല്ലെങ്കിൽ 12th എന്ന് പറയുന്നത് കുട്ടികളുടെ ജീവിതത്തിലെ വളരെ വലിയൊരു വഴിത്തിരിവിൻ്റെ സമയമാണ്. അപ്പോൾ ആ വഴിത്തിരിവിലേക്ക് അവർ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. നിങ്ങളുടെ കുട്ടി ആരാണ്? നിങ്ങളുടെ കുട്ടിയുടെ കഴിവ് എന്താണ്? അവൻ്റെ യഥാർത്ഥ കഴിവിനനുസരിച്ചാണോ അവൻ്റെ കോഴ്സുകളിൽ നമ്മൾ തിരഞ്ഞുവിടുന്നത്? അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം കുട്ടികളെ നമുക്ക് മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നമുക്കറിയാം, വളരെ വിഷമമുണ്ടാക്കുന്ന വാർത്തകൾ പലപ്പോഴും പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വരാറുണ്ട്. കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സിൽ പോയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. അവിടെ അവരുടെ മാനസിക സമ്മർദ്ദം അവർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും. കാരണം അവൻ എന്താണോ കഴിവ്, ആ കഴിവിനനുസരിച്ചുള്ള കോഴ്സിലേക്കല്ല അവൻ പോയത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, കൂടെ ഉള്ള കുട്ടികളെല്ലാം എക്സൽ ചെയ്യുന്നു, തനിക്ക് പറ്റുന്നില്ല, തൻ്റെ രക്ഷിതാക്കളുടെ പ്രതീക്ഷ ഇതിനൊത്തനുസരിച്ച് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ കുട്ടികൾ ജീവനൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഇതൊക്കെ വളരെ മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു രക്ഷിതാവെന്ന നിലയിൽ പലപ്പോഴും എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ആശയം പങ്കുവയ്ക്കണമെന്ന് തോന്നിയത്. ഇതിന് പുറകിൽ നമുക്കറിയാം, ഓരോ വ്യക്തിയുടെയും കഴിവുകൾ എന്തൊക്കെയാണ്, കാലിബർ എന്താണ്, ഇതിൻ്റെ പുറകിൽ പല മനഃശാസ്ത്രപരമായ തത്വങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, വ്യക്തി വൈവിധ്യങ്ങൾ. അതായത് ഒരു വ്യക്തിക്ക് ഉള്ള കഴിവുകളും കഴിവുകേടുകളും മറ്റൊരു വ്യക്തിയുടെ കഴിവുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ എന്താണോ ഒരു വ്യക്തിയുടെ കഴിവ്, തൻ്റെ കുട്ടിയുടെ കഴിവ്, യഥാർത്ഥത്തിൽ അവന് സയൻസിനോടാണോ ആഭിമുഖ്യം, മാത്സിനോടാണോ, ലാംഗ്വേജിനോടാണോ, ഇതൊന്നുമല്ല, കലാപരമായ വിഷയങ്ങളാണോ, അല്ലെങ്കിൽ അവൻ IT വിദഗ്ധനാകാനാണോ, അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറാണോ ആകാനാണോ സാധ്യത എന്നുള്ളത് തിരിച്ചറിയാൻ രക്ഷിതാക്കൾ ഒന്ന് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി, അതായത് ഹോവാർഡ് ഗാർഡനർ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ സൈക്കോളജിസ്റ്റ് മുമ്പോട്ട് വെച്ച മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി എന്ന പ്രസിദ്ധമായ തിയറിയുണ്ട്. അതിൽ കൂടി ഒന്ന് കടന്നുപോയാൽ അതിൻ്റെ ടെസ്റ്റുകളൊക്കെ അവൈലബിളാണ്. അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നമുക്ക് ധാരാളമുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൽ കൂടി ഒന്ന് കുട്ടികൾ തങ്ങളുടെ കുട്ടികളുമായി ഒന്ന് തട്ടിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ആ ടെസ്റ്റുകൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ടെസ്റ്റുകളൊക്കെ നമ്മുടെ കുട്ടികൾക്കൊന്ന് നടപ്പിലാക്കി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സമൂഹത്തിൽ ആത്മഹത്യകൾ ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ ഒരു നല്ല വ്യക്തി, അതോടൊപ്പം തന്നെ സ്വന്തമായി സന്തോഷത്തോടെ ജോലി ചെയ്യുന്ന വ്യക്തി, സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വ്യക്തി, നമ്മുടെ രക്ഷിതാക്കൾക്ക് സന്തോഷം പകരുന്ന വ്യക്തി, അവൻ്റെ മേഖലയിൽ ഉയർന്നുയർന്നു വരട്ടെ. അതിലൂടെ ചിലപ്പോൾ നമുക്കൊരു പത്മസുബ്രഹ്മണ്യത്തിനെ ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഒരു രാമാനുജനെ ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഒരു ഐൻസ്റ്റീനെ ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഒരു അമർത്യ സെന്നിനെ ആയിരിക്കും കിട്ടുക. ഇതൊന്നും അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗറിനെ ആയിരിക്കും കിട്ടുക. എന്താണോ അവനതായി വരട്ടെ, അതിനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. രക്ഷിതാക്കൾ ഇതൊന്നും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ, നമ്മുടെ കുട്ടികൾക്കെല്ലാം നല്ല ഭാവി ഉണ്ടാകട്ടെ. താങ്ക് യു ഓൾ.